6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തെ പലിശ കാണുക. പലിശയാണ് കാണേണ്ടത്. പലിശ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം പലിശ ഉണ്ട്. സാധാരണ പലിശ, കൂട്ടുപലിശ. പലിശ 2 തരം, സാധാരണ പലിശ, കൂട്ടുപലിശ. ഇവിടെ സാധാരണ പലിശയാണ് കാണേണ്ടത്. സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R. I സമം P ഇൻറ്റു N ഇൻറ്റു R. I ഇൻട്രസ്റ്റ് പലിശ, P പ്രിൻസിപ്പൽ നിക്ഷേപിക്കുന്ന തുക, N വർഷങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. അപ്പോൾ നമുക്ക് I ആണ് കാണേണ്ട. പലിശ എത്രയെന്ന് കാണണം. സമം വില കൊടുക്കുക. എത്രയും നിക്ഷേപ തുക, പ്രിൻസിപ്പൽ എത്രയാണ്? 6000 രൂപ. 6000 ഇൻറ്റു N വർഷങ്ങളുടെ എണ്ണമാണ്. ഇവിടെ വർഷമില്ല, 10 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാസത്തെ വർഷമാക്കിയിട്ട് വേണം, മാറ്റിയിട്ട് വേണം ഇതിൽ വില കൊടുക്കാൻ. കാരണം സൂത്രവാക്യത്തിൽ N പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ മാസത്തെ നമ്മൾ വർഷമാക്കണം. എങ്ങനെ മാസത്തെ വർഷമാക്കുക? മാസത്തെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിക്കണം. മാസത്തെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 10 മാസം പറയുമ്പോൾ 10/12 ഇൻറ്റു 6 പലിശ നിരക്ക് എത്രയാണ്? 6%. 6/100. നമുക്കിതിൽ ഈ 2 പൂജ്യവും 100 വെട്ടിക്കളയാം. ബാക്കി 6ഉം 12ഉം 6 12 എന്ന് വെട്ടിക്കളയാം. ഇനി മുകളിൽ എന്താ ഉള്ളത്? ഈ 2ഉം 60 കൂടി വെട്ടിച്ചെടുക്കാൻ നമുക്ക് ഇവിടെ എന്ത് വരും? 30 എന്ന് വരും. അപ്പോൾ ഇവിടെ ആകെ 30ഉം ഇവിടെ ഒരു 10ഉം. 30 × 10 300 രൂപയാണ് സാധാരണ പലിശ.